ഹായ്, ഇന്നൊരു ബജറ്റ് കഥയാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യൂണിയൻ ബജറ്റ് ഒന്നുമല്ല, മറ്റൊന്നാണ് സംഗതി. ഗ്ലോബൽ നൈട്രസ് ഓക്സൈഡ് ബജറ്റ് 2024 എന്ന് കേട്ടിട്ടുണ്ടോ? 2024 നൈട്രസ് ഓക്സൈഡ് ബജറ്റ്, അതാണ് ഇതിൻ്റെ പേര്. ഗ്ലോബൽ കാർബൺ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലോബൽ കാർബൺ പ്രൊജക്റ്റ് നിലവിൽ വന്നത് 2001 എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നമ്മൾ കുഞ്ഞു ക്ലാസ് പോലെ കേൾക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെയാണ് അത് കൊണ്ടിരുന്നത്. ഈ സീ ലെവലൊക്കെ റൈസ് ചെയ്യുന്നു, ഗ്ലേഷ്യറൊക്കെ മെൽറ്റ് ചെയ്യുന്നു പോകുന്നു, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന വാതകത്തിൻ്റെ ഈ റിലീസ് അന്തരീക്ഷത്തിലേക്ക് കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ബജറ്റ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ നമ്മളുമായിട്ട് എന്താണ് ഇതിന് വലിയൊരു ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് വലിയ ബന്ധമുണ്ട്. അതായത് ഈ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഏതാണ്ട് 11%, കൃത്യമായിട്ട് പറഞ്ഞാൽ 10.9% ആണെന്നാണ് പറയുന്നത്. 1ാം സ്ഥാനത്ത് മറ്റാരുമല്ല, ചൈനയാണ്. 16.7% ആണ് അവർ എമിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, കാർബൺ അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ നൈട്രസ് ഓക്സൈഡ് അടക്കമുള്ള ഗ്യാസുകളുടെ എമിഷൻ മൂലം ഗ്ലോബൽ വാർമിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഏകദേശം 1980 മുതൽ 2020 വരെയുള്ള കണക്ക് ഇവർ നോക്കുന്ന സമയത്ത് 40% വർധനമാണ് നൈട്രസ് ഓക്സൈഡിൻ്റെ എമിഷനകത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ. ഈ ഫസ്റ്റ് പൊസിഷനിൽ ചൈനയാണ് നിൽക്കുന്നത്, സെക്കൻഡ് പൊസിഷനിൽ ഇന്ത്യയാണ്, പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബ്രസീൽ, റഷ്യ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പ്രത്യേകിച്ച് ഈ മാൻമെയ്ഡ് മിഷൻ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള നൈട്രസ് ഓക്സൈഡിൻ്റെ എമിഷനിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 74% മാൻമെയ്ഡ് പ്രൊഡക്ഷൻ്റെ 74% അഗ്രികൾച്ചർ സെക്ടറാണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഴ്സ്, ഈ നൈട്രജൻ ഫിൽഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അനിമൽ വേസ്റ്റ്, പിന്നെ മറ്റ് കമ്പഷൻ, ഇൻഡസ്ട്രിയൽ മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാൻമെയ്ഡ് ആയിട്ടുള്ള നൈട്രസ് ഓക്സൈഡ് എമിഷന് കാരണമാകുന്നത്. കുറച്ചൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ അധികം നൈട്രസ് ഓക്സൈഡ് സിങ്കുകൾ കാരണമാണ് നമ്മൾ കുറച്ച് സന്തുലിതാവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഈ നാച്ചുറൽ ആയിട്ടുള്ള സിങ്കുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സോയിലാണ്, മണ്ണാണ്. നമുക്കറിയാം ഡീനൈട്രിഫൈങ് ബാക്ടീരിയ എന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നൈട്രജൻ ഗ്യാസ് ആയിട്ട് ഇതിനെ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ സമുദ്രത്തിൽ, ഓഷ്യനുകളിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ പോലെയുള്ള ഓർഗാനിസംസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഡിസോൾഡ് ആയിട്ടുള്ള ഈ നൈട്രസ് ഓക്സൈഡിനെ കൺസ്യൂം ചെയ്യുന്നത് മൂലം ഇത് കുറച്ച് നിലനിർത്താൻ പറ്റുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നൈട്രജൻ ഗ്യാസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കുറച്ച് അവിടെയും സിങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുറേയധികം നാച്ചുറൽ സിങ്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലേക്ക് ഈ ലെവൽ ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പഠനം വിരൽ ചൂണ്ടുന്നത്. വളരെ ഗൗരവകരമായിട്ടുള്ളൊരു പഠനമാണ്. പ്രത്യേകിച്ച് കാർബൺ എമിഷനെ കുറിച്ചും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും, പ്രത്യേകിച്ച് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ബജറ്റ് മുമ്പോട്ട് വെക്കുന്നത്. കാര്യമായിട്ട് റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുകയും അത്യാവശ്യം വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് 2ാം സ്ഥാനത്ത് ഈ മാൻമെയ്ഡ് നൈട്രസ് ഗ്യാസ് എമിഷനകത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നല്ലവണ്ണം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം, പഠിക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാം. താങ്ക്